ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിമാനയാത്രക്കാർക്കുള്ള റീഫണ്ടുകൾ കാലതാമസമില്ലാതെ നൽകാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇൻഡിഗോയ്ക്ക് നിർദ്ദേശം നൽകി. വിമാന കമ്പനികൾ ഈടാക്കുന്ന ഉയർന്ന യാത്രാ നിരക്ക് തടയാൻ പരിധി നിശ്ചയിച്ച കേന്ദ്രം. 2047 വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് യുവജനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തെ നികുതി സംവിധാനം ലളിതമാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ചരമവാർഷികത്തിൽ മഹാപരിനിർവാൺ ദിവസ് ആചരിച്ച് രാജ്യം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 50,93,00,000 കവിഞ്ഞു. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 271 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഉയർന്ന വളർച്ചയും കുറഞ്ഞ പണപ്പെരുപ്പവും ലോകത്തിന് മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലെ 8% മൊത്ത ആഭ്യന്തര വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന പുരോഗതിയുടെ പ്രതിഫലനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇൻഡിഗോ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾ ഈടാക്കുന്ന ഉയർന്ന യാത്രാ നിരക്ക് തടയാൻ പരിധി നിശ്ചയിച്ച വ്യോമയാന മന്ത്രാലയം. ഭീമമായ യാത്രാ നിരക്കുകൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി. 500 കിലോമീറ്റർ വരെ ദൂരത്തിന് 7,500 രൂപ, 500 മുതൽ 1000 കിലോമീറ്റർ വരെ 12,000 രൂപ, 1000 മുതൽ 1,500 കിലോമീറ്റർ വരെ 15,000 രൂപ, 1,500 കിലോമീറ്ററിന് മുകളിൽ 18,000 രൂപ എന്നിങ്ങനെയാണ് പരിധി. ബിസിനസ് ക്ലാസിനും ഉഡാൻ ഫ്ലൈറ്റുകൾക്കും ഈ നിരക്ക് ബാധകമല്ല. വിമാനയാത്രക്കാർക്കുള്ള റീഫണ്ടുകൾ കാലതാമസമില്ലാതെ നൽകാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇൻഡിഗോയ്ക്ക് നിർദ്ദേശം നൽകി. റീഫണ്ട് നടപടികൾ നാളെ രാത്രി 8 മണിയോടെ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. യാത്രക്കാരിൽ നിന്ന് റീഷെഡ്യൂളിംഗ് ചാർജുകൾ ഈടാക്കരുതെന്ന് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകി. റീഫണ്ട് നടപടികളിൽ കാലതാമസമുണ്ടായാൽ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. തടസ്സമില്ലാത്ത പരാതി പരിഹാരം ഉറപ്പാക്കാൻ റീഫണ്ട് ഫെസിലിറ്റേഷൻ സെല്ലുകൾ സ്ഥാപിക്കണം. യാത്രക്കാരുടെ ബാഗേജുകൾ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ താമസ സ്ഥലത്തോ തിരഞ്ഞെടുത്ത വിലാസത്തിലോ എത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഇൻഡിഗോയ്ക്ക് നിർദ്ദേശം നൽകി. അതേസമയം ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് വരുന്നതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. എന്നാൽ ഇൻഡിഗോയുടെ ചില വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. അസൌകര്യം ഒഴിവാക്കാൻ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എയർലൈനുമായി ബന്ധപ്പെടണമെന്ന് യാത്രക്കാർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് യുവജനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഗുജറാത്തിലെ ഏകതാ നഗറിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികാഘോഷങ്ങളുടെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ യുവജന സംഖ്യ രാജ്യത്തിന്റെ ശക്തിയെ പ്രതിനിധീകരിക്കുന്നതായും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭരണഘടനാ ശില്പിയും സാമൂഹിക പരിഷ്കർത്താവും നിയമജ്ഞനുമായ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറുടെ ചരമവാർഷിക ദിനത്തിൽ രാജ്യം ഇന്ന് 70ാമത് മഹാപരിനിർവാൺ ദിവസ് ആചരിച്ചു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പാർലമെന്റ് സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. സംസ്ഥാനത്തും വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. നീതിന്യായ പ്രക്രിയയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുമ്പോൾ ജഡ്ജിമാർ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ടെന്ന് സുപ്രീംകോടതി. ജുഡീഷ്യൽ സംവിധാനത്തിൽ നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ് എന്നിവയുടെ നിയന്ത്രണം സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. ജുഡീഷ്യൽ തീരുമാനങ്ങളിന്മേൽ നിർമ്മിത ബുദ്ധിയുടെ ആധിപത്യം അനുവദിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച പരിപാടിയുടെ 9ാം പതിപ്പിൽ പങ്കെടുക്കാനുള്ള ഓൺലൈൻ പ്രശ്നോത്തരി പുരോഗമിക്കുന്നു. 6 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും MyGov പോർട്ടലിലൂടെ ജനുവരി 11 വരെ മത്സരത്തിൽ പങ്കെടുക്കാം. പരീക്ഷാ പേ ചർച്ചയുടെ കഴിഞ്ഞ പതിപ്പ് 3,56,00,000 രജിസ്ട്രേഷനുകളോടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു. ആഴ്ചതോറുമുള്ള വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പദ്ധതി സർക്കാർ അംഗീകരിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇത്തരം നിക്ഷേപ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB മുന്നറിയിപ്പ് നൽകി.
ന്യൂഡൽഹിയിൽ നടക്കുന്ന സരസ് അജീവിക ഭക്ഷ്യമേളയ്ക്ക് മികച്ച പ്രതികരണം. കേന്ദ്ര നഗരവികസന മന്ത്രാലയം, ദീൻദയാൽ യോജന, ദേശീയ നഗരപാർപ്പിട ദൌത്യം എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. വനിതാ ശാക്തീകരണത്തിന് മേളയിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. 25 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 500-ലേറെ വിഭവങ്ങളിലൂടെ ഇന്ത്യയുടെ തനത് സംസ്കാരം സന്ദർശകർക്ക് പരിചയപ്പെടുത്തി. മേള ചൊവ്വാഴ്ച സമാപിക്കും. എല്ലാത്തരം ഭീകരതയെയും അപലപിച്ച് ഇന്ത്യയും യുഎസും. ഭീകരവാദത്തെ നേരിടുന്നതിനുള്ള ഇന്ത്യ-യുഎസ് സംയുക്ത പ്രവർത്തന സമിതിയുടെ 21ാമത് യോഗവും ന്യൂഡൽഹിയിൽ നടന്നു. വെല്ലുവിളികൾക്കെതിരെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 50,93,00,000-ലേറെ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതോടെ ആകെ 99.93% വോട്ടർമാർക്ക് ഫോം ലഭ്യമാക്കി. 49 കോടിയോളം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായും കമ്മീഷൻ അറിയിച്ചു. കേരളത്തിൽ SIR പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം ഈ മാസം 18 വരെ സ്വീകരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്യൂമറേഷൻ ഫോമുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംബന്ധിച്ച പരസ്യം അടുത്ത ദിവസം നൽകുമെന്നും ശ്രീ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഇതു സംബന്ധിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിൽ ജില്ലാ കളക്ടർമാർ അറിയിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. രണ്ടാം ഘട്ടം ഈ മാസം 11-നും വോട്ടെണ്ണൽ 13-നും നടക്കും. സംസ്ഥാനത്തെ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ വോട്ടർമാരായ ജീവനക്കാർക്ക് സാധാരണ സേവന ആവശ്യകതകൾക്ക് വിധേയമായി വോട്ട് ചെയ്യാൻ അനുമതി ലഭിക്കും. ഓഫീസിൽ വൈകി വരികയോ നേരത്തെ പോകാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ വോട്ടെടുപ്പ് ദിവസം പ്രത്യേക സമയം അനുവദിച്ചുകൊണ്ടോ ന്യായമായ സൌകര്യം നൽകുമെന്നും കേന്ദ്ര സർക്കാരിന്റെ പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. രാജ്യത്തെ നികുതി സംവിധാനം ലളിതമാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച നേതൃത്വ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ആദായ നികുതി സ്ലാബുകൾ കൂടുതൽ ലളിതവും സുതാര്യവുമാക്കേണ്ടതിന്റെ ആവശ്യകതയും ധനമന്ത്രി എടുത്തു പറഞ്ഞു. Really worked on that and made sure that the income tax is no longer going to be seen as a tiresome exercise, simplify it, and also where it is possible to completely be faceless in letter and spirit, we have moved forward in that direction. Now the same virtues will have to be brought to customs. വിശാഖപട്ടണത്ത് നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 271 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 270 റൺസ് നേടിയ ദക്ഷിണാഫ്രിക്ക 13 ബോൾ ബാക്കി നിൽക്കെ എല്ലാവരും പുറത്തായി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 24 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 140 റൺ എടുത്തിട്ടുണ്ട്. FIH പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ നാളെ ജർമ്മനിയെ നേരിടും. ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ സെമി പ്രവേശം. എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയെയും ശക്തമായി അപലപിച്ച് ക്വാഡ് രാഷ്ട്രങ്ങൾ. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് ഭീകരവാദ വിരുദ്ധ പ്രവർത്തന സമിതിയുടെ 3ാം യോഗം ചുവപ്പുകോട്ട ഭീകരാക്രമണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഇൻഡോ പസഫിക് മേഖലയിൽ ഉൾപ്പെടെയുള്ള ഭീകരവാദ ഭീഷണിയെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ ക്വാഡ് അംഗരാജ്യങ്ങളായ ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, US എന്നീ രാജ്യങ്ങൾ കൈമാറി. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, ഝാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശൈത്യതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ ഭാഗങ്ങളിലും ഹിമാചൽ പ്രദേശിലും ഒഡീഷയിലും പുലർച്ചെ മൂടൽമഞ്ഞിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. US-ലെ നിയമവിരുദ്ധ കുടിയേറ്റക്കാരുടെ കുട്ടികളുടെ ജന്മാവകാശ പൌരത്വത്തിന്റെ ഭരണഘടനാ സാധുത US സുപ്രീംകോടതി പരിഗണിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ ഇത്തരത്തിൽ പൌരത്വം നൽകുന്നത് നിർത്തലാക്കിയിരുന്നുവെങ്കിലും കീഴ്ക്കോടതികൾ ഈ നീക്കത്തെ തടഞ്ഞിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിമാനയാത്രക്കാർക്കുള്ള റീഫണ്ടുകൾ കാലതാമസമില്ലാതെ നൽകാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇൻഡിഗോയ്ക്ക് നിർദ്ദേശം നൽകി. വിമാന കമ്പനികൾ ഈടാക്കുന്ന ഉയർന്ന യാത്രാ നിരക്ക് തടയാൻ പരിധി നിശ്ചയിച്ച കേന്ദ്രം. 2047 വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് യുവജനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തെ നികുതി സംവിധാനം ലളിതമാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ചരമവാർഷികത്തിൽ മഹാപരിനിർവാൺ ദിവസ് ആചരിച്ച് രാജ്യം.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 50,93,00,000 കവിഞ്ഞു. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 271 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.